മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ നടന്ന കാര്യങ്ങൾ ഞാൻ പറയട്ടെ. രാവിലെ ഞാൻ എഴുന്നേറ്റ പാടെ എൻ്റെ ഒരു സ്ഥിരം മെയിൻ പരിപാടി എന്ന് പറയുന്നത് യൂട്യൂബ് കമൻസ് നോക്കും, പിന്നെ ഫേസ്ബുക്ക് കമൻസ് നോക്കും, മെസ്സഞ്ചറിൽ മെസ്സേജസ് വന്നിട്ടുണ്ടോ നോക്കും, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസ് വന്നിട്ടുണ്ടോ നോക്കും. അപ്പോൾ ഇന്ന് എൻ്റെ ഫേസ്ബുക്കിൽ എനിക്കൊരു മെസ്സേജ് രാവിലെ ഞാൻ എഴുന്നേറ്റ പാടെ തന്നെ കണ്ടത്. ശ്രീകുട്ടി, എപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും നിങ്ങളുടെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണ്. ഞാനിന്ന് കണ്ട സ്വപ്നം എന്താണെന്നറിയോ? ചീമയ്ക്ക് ലേബർ പെയിൻ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചീമ പ്രസവിച്ചു, പെൺകുഞ്ഞാണ് കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ട് കേട്ടോ. വായിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അതുപോലെ ഒരുപാട് മെസ്സേജസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് റെഡിയായി. ഞാൻ നെട്ടയത്തല്ലായിരുന്നു, നെട്ടയത്തു നിന്ന് നേരെ വേദയ്ക്ക് എക്സാം ഉണ്ടായിരുന്നു, വേദയെ സ്കൂളിലാക്കിയിട്ട്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ അമ്മ പറഞ്ഞ് ഇന്നിപ്പോൾ ഇവിടെ നിൽക്കാം, ചീമയ്ക്കൊട്ടും വയ്യാതിരിക്കുകയില്ല, ഇവിടെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞു. മീൻ വാങ്ങാൻ പോകാനായിട്ട് അച്ഛൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ച് വരുമ്പോൾ മീൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി കുറച്ച് വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. എഡിറ്റെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ നെട്ടയത്തേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് നല്ല ചൂട് പഴംപൊരിയും നമ്മുടെ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്ന കടയില്ലേ, കുണ്ടമ്മ കടവിൽ, അവിടെ നിന്ന് തന്നെ നല്ല ചൂട് പഴംപൊരിയും മുളക് ബജിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ മുളക് ബജിയും ഉള്ളിവടയല്ല പഴംപൊരിയൊക്കെ വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ സ്ഥിരം വാങ്ങുന്ന മീൻ വെട്ടുന്ന ചേച്ചിയുടെ അടുത്തേക്ക് പോയേ, മീൻ തരുന്ന ചേച്ചിയുടെ അടുത്തേക്ക് പോയേ. ഈ ചേച്ചി എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. കുണ്ടമ്മക്കടവ് പാലം എത്തുന്നതിന് മുന്നേ ലെഫ്റ്റ് സൈഡിൽ ആ വളവിലാട്ടോ ഇരിക്കുന്നത്. നല്ല ഫ്രഷ് മീനാണ്, കട്ട് ചെയ്തൊക്കെ തരും. ചെന്ന പാടെ തന്നെ വലിയ പാര ഇരിപ്പുണ്ട്. ഈ പീസ് പാര കേട്ടോ, കഴിക്കാൻ കുറച്ച് ടേസ്റ്റ്. അപ്പോൾ ഇത് വലിയ ഒരു പാരയായിരുന്നു. അപ്പോൾ അമ്മയും പറഞ്ഞു വലിയ പാര അങ്ങനെ വാങ്ങണ്ട, പീസായിട്ടുള്ള പാര ഉണ്ടല്ലോ, വലിയ പാരയുടെ പീസ് അങ്ങനെയുള്ളതാണെങ്കിൽ വാങ്ങിയാതെ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സ് കണ്ടിട്ട് അതിനെ വേണ്ടാന്ന് വയ്ക്കാൻ തോന്നിയില്ല. അങ്ങനെ ആ വലിയ പാര മീൻ വാങ്ങി. പിന്നെ നാളെയും മറ്റന്നാളും ഒക്കെ മീൻ ഇനി വേറെ വാങ്ങണ്ടല്ലോ എന്ന് എഴുതി. ഇവിടെ ഈ ചേച്ചിയുടെ നല്ല മീനാട്ടോ, അതുകൊണ്ട് നവരയും കണ്ണൻകൊഴിയാള മീനും ഒക്കെ വാങ്ങി 2-3 ദിവസത്തേക്കായിട്ട് വാങ്ങി. ഇനി എന്നും മീൻ വാങ്ങാനായിട്ട് ഓടണ്ടല്ലോ എന്ന് കരുതി വാങ്ങിച്ചിട്ട് നേരെ ഞാൻ നമ്മുടെ നെട്ടയത്ത് വീട്ടിൽ പോയി. പാരയെന്ന് പറഞ്ഞാൽ നല്ല വലിയ പാരയായിരുന്നു കേട്ടോ, ചെറിയ പാരയൊന്നും ഉണ്ടായിരുന്നില്ല. നവര മീൻ ചീമയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ കഴിക്കത്തില്ല നവര മീൻ, ചീമയ്ക്കും വേദയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് നവര മീനൊക്കെ വാങ്ങിയത്. അങ്ങനെ എല്ലാം സെറ്റാക്കി നമ്മൾ നേരെ പോയി. അപ്പോൾ അമ്മ ചീമയ്ക്കൊരു ചെറിയ വയ്യായിക പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ പറയായിരുന്നു ഇവിടെ സാധാരണ എന്ത് നല്ല മീനൊക്കെ വാങ്ങിച്ച് വെച്ചാലും നമുക്ക് കഴിക്കാനുള്ള യോഗം കാണില്ല, ഇന്ന് ഹോസ്പിറ്റലിലെങ്ങാനും പോവേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പാര മീൻകറി എനിക്ക് വെക്കുകയാണ്. ഞാൻ കപ്പയൊക്കെ വാങ്ങിച്ചിട്ട് പോയി, ഉടങ്കല്ലി, മുളക്, മാങ്ങയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പോൾ ചീമയ്ക്ക് ഇങ്ങനത്തെ വലിയ മീനുകളൊന്നും ഇഷ്ടമല്ല കേട്ടോ, ചൂര, പാര ഇതൊന്നും ചീമ കഴിക്കത്തില്ല. അതുകൊണ്ട് ചീമയ്ക്ക് നവരമീൻ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചീമയ്ക്ക് വേണ്ടിയിട്ട് നവരമീൻ ഫ്രൈ ചെയ്യുകയാണ്. വേദ രാവിലെ ഒഴിച്ചുകൂട്ടാൻ കറി വേണം എന്ന്, പുളിശ്ശേരി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പുളിശ്ശേരിയൊക്കെ അമ്മ ഉണ്ടാക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അച്ഛനൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാതളവും നാരങ്ങയെന്ന് ഗ്രേപ്സും ഒക്കെ വെച്ചിട്ട് ഒരു നല്ല കിട്ടില്ല ജ്യൂസൊക്കെ അടിച്ച് നല്ല ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് ഭയങ്കര ചിൽഡായിട്ട് കൊണ്ടുവന്ന് തന്നു കേട്ടോ. ഈ ചൂടത്ത് ആ ഒരു ജ്യൂസ് കുടിച്ചപ്പോൾ നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം കുടിച്ച് അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും വേദയെ സ്കൂളിൽ നിന്ന് വിളിക്കാനുള്ള സമയമായി. അങ്ങനെ വേദയെ ഞാൻ പോയി വിളിക്കാനായിട്ട് പോയപ്പോൾ അതേ പെൺപടകൾ, ഇവർ 1, 2, 3, 4, 5 പേരാണെന്ന് തോന്നുന്നു ടീം കേട്ടോ. അവർ ഭയങ്കര ടീമാണ്. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് എക്സാമിൻ്റെ വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ ചിരിച്ചുല്ലസിച്ചൊക്കെ വരികയാണ്. എന്നിട്ട് വേദയും വിളിച്ച് ഞാനൊരു 12:45 ആയപ്പോൾ നെട്ടയത്ത് വീട്ടിൽ വന്നപ്പോഴേക്കും കപ്പയും മീൻകറിയും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടൊരു പ്ലേറ്റ് എടുത്തു, കപ്പയും നല്ല ഓട്ടക്കല്ലിയും മുളകും മാങ്ങയൊക്കെ ഇട്ട് വെച്ച മീൻകറിയും ഒരു തലയും. അങ്ങനെ ഞാൻ തല കഴിക്കുന്ന ആളല്ല, ഇന്നിപ്പോൾ എനിക്കെന്തോ പാരയുടെ തല കഴിക്കാൻ തോന്നി. നല്ല വലിയ തല കേട്ടോ. ഈ പാരമീനിൽ നല്ല ഫ്ലഷ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ പാരമീൻ്റെ തല കഴിക്കാൻ ഒരു കൊതി കേട്ടോ. അപ്പോൾ അമ്മ ഇരുന്നുകൊണ്ട് പറയാണ് കഴിക്കുന്നുള്ളവരൊക്കെ വേഗം കഴിച്ചോളൂ, ചീമയ്ക്കൊരു വയ്യായിക പോലെ ഉണ്ട്, നമുക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പറയാണ് കേട്ടോ. ഞാൻ കഴിക്കാനായിട്ട് എടുത്തു. മറ്റുള്ളവർ കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചോദിച്ചില്ല. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ ഞാൻ പിന്നെ വേറെ ആരെയും നോക്കില്ല കേട്ടോ. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ അങ്ങ് എടുത്ത് വെച്ചങ്ങ് കഴിക്കും. അപ്പോൾ ഇവരൊക്കെ വിളിച്ചപ്പോൾ അവർക്കാർക്കും വേണ്ട അത്ര. പിന്നെ ഞാൻ ആരെയും നോക്കിയിരിക്കുന്നത്, ഞാൻ എൻ്റെ ആവശ്യത്തിന് പാത്രത്തിൽ എൻ്റെ പ്ലേറ്റിൽ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് കഴിക്കാനായിട്ട് തുടങ്ങി. ഞാൻ കഴിച്ചെണീറ്റതും അവരെല്ലാവരും കഴിക്കാനായിട്ടൊക്കെ ഇരുന്നു. എല്ലാവരും കഴിക്കാനിരുന്നപ്പോഴേക്കും ചീമയ്ക്ക് ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞ് ചീമ സെറ്റിയിൽ അങ്ങ് ഇരുന്നിട്ട് അങ്ങ് മയങ്ങിപ്പോയി കേട്ടോ, അങ്ങ് ഉറങ്ങിപ്പോയി, അങ്ങ് ക്ഷീണിച്ച് പോയി കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ നല്ലൊരു ബാക്ക് പെയിനും ഒരു ക്ഷീണവും ഒരു വയ്യായികയൊക്കെ മൊത്തത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ചോദിക്കും പോവാം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ദേഷ്യം കേട്ടോ. അതുകൊണ്ട്
പോകണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പം 22 സൺഡേ ആണ് അവൾ അഡ്മിറ്റ് ആവാനായിട്ട് ചെല്ലാൻ പറഞ്ഞത്. എന്തെങ്കിലും വാട്ടർ ബ്രേക്കേജോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, മൊത്തത്തിൽ ഇല്ല ചീമയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതിങ്ങനെ ചീമ നമ്മളെല്ലാവരും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അവളങ്ങ് കിടന്ന് മയങ്ങി കേട്ടോ. അപ്പം നമുക്ക് മനസ്സിലായി ഒട്ടും വയ്യ എന്നുള്ളത്. അപ്പം നമുക്കവിടെ പരിചയമുള്ള ചിത്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്ക് മെസ്സേജ് ഇട്ടു, ചേച്ചി ഇങ്ങനെ ഒട്ടും വയ്യ എന്ന് പറയുന്നു, ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടെന്ന് പറയുന്നു, കൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ചിത്ര ചേച്ചി പറഞ്ഞു ഡോക്ടറോടൊന്ന് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പോവാൻ വേണ്ടിയിട്ട് ദേ റെഡി ആവുകയാണ്. ചീമ എന്നിട്ട് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. പിന്നെ നിർബന്ധിച്ച് ഒരു പിടി ചോറും പുളിശ്ശേരിയും ഫിഷ് ഫ്രൈയും ഒക്കെ വെച്ച് ഒരു പിടി ചോറ് കഴിച്ചിട്ട് പതിയെ എണീറ്റ് കേട്ടോ. ഈ അച്ഛൻ ഇതെവിടെയൊക്കെ കയറി നിൽക്കുന്നത് നോക്കിയേ, കുഞ്ഞിൻ്റെ നാളും ജനന സമയമൊക്കെ എങ്ങനെ വരുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ കറങ്ങി തിരിങ്ങി കുഞ്ഞിൻ്റെ നാളും മിക്കവാറും ചതയമായിരിക്കും. ചതയമാണെങ്കിൽ അച്ഛൻ്റെ നാളും ചതയാട്ടോ. എനിക്ക് അച്ഛനും കുഞ്ഞും ചതയും, വീട്ടിൽ 2 ചതയമായി. എങ്ങനെയാണെന്ന് അറിയില്ല. ഇന്നലെ ആയിരുന്നുവെങ്കിൽ അത് അവിട്ടമായിരുന്നു. അവിട്ടത്തിൽ എന്തായാലും ഉണ്ടാവില്ല, ചതയം എന്ന് തന്നെയാണ് ഫിക്സ് ചെയ്തൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചീമയ്ക്ക് വയ്യാതായപ്പോൾ ചീമയോട് ചോദിച്ചു, പോകുമ്പോൾ എന്ന് വെച്ചാൽ വേണ്ടാന്ന് എപ്പോഴും പറയത്തുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം നല്ല ക്ഷീണമൊക്കെ കണ്ടപ്പോൾ പോമോ എന്ന് ചോദിച്ചപ്പോൾ ചീമ പറഞ്ഞ് ഞാൻ ചിത്ര ചേച്ചിയോട് വിളിച്ച് ചോദിക്കട്ടെ എന്ന് വെച്ചപ്പോൾ വിളിച്ച് ചോദിക്ക് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം മനസ്സിലായി വയ്യായിക ആളിനുള്ളത് കൊണ്ടാണ്. കാരണം ചീമ ഉണ്ടെങ്കിലും ഇല്ല എന്നേ പറയത്തുള്ളൂ. പക്ഷേ ഇതിപ്പോൾ നല്ല വയ്യായിക ഉള്ളത് കൊണ്ട് അതേ പതിയെ ഇറങ്ങിയിട്ടുണ്ട്. പെയിന് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല, ഒരു ബാക്ക് പെയിൻ. അവൾ മെഡിസിനൊക്കെ പഠിച്ച ആളല്ലേ, അപ്പോൾ അവൾക്കറിയാം അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്നുള്ളത് അവൾക്കറിയാം. ആ ഒരു വന്നപ്പോഴേക്കും പോവാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി നമ്മൾ നേരെ PRS ഹോസ്പിറ്റലിലെത്തി. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയ്യായിട്ട് വരുന്ന ദിവസം ലേബർ റൂമിലേക്ക് വന്നാൽ മതി, അഡ്മിറ്റ് ആവാനാണെങ്കിൽ ലേബർ റൂമിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഡയറക്റ്റ് നമ്മൾ ലേബർ റൂമിലേക്കാണ് പോകുന്നത്. ലേബർ റൂമിലേക്ക് എത്തിയപ്പോൾ ഡോക്ടർ നോക്കിയിട്ടൊക്കെ PV ഒക്കെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ചെറിയൊരു കോൺട്രാക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തൽക്കാലം റൂമിലിരിക്കൂ, നല്ല രീതിയിൽ കോൺട്രാക്ഷൻ വരുമ്പോൾ നമുക്ക് ലേബർ റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. എല്ലാം നടക്കുമ്പോൾ ഞാൻ എല്ലാവരോടും പറയാം കേട്ടോ, എനിക്ക് രാവിലെ ഒന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ചീമ പ്രസവിച്ചു പെൺകുഞ്ഞാന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ആ മെസ്സേജിൽ നിന്നിട്ടുണ്ടായിരുന്നു എപ്പോഴും നിങ്ങളുടെ കാര്യമാണോ ഓർക്കുന്നത്, അതുകൊണ്ടാണ് സ്വപ്നത്തിലും കണ്ടതെന്നൊക്കെ ഉള്ളത്. പക്ഷേ ആ മെസ്സേജ് എനിക്ക് ഡിലീറ്റ് ആയിപ്പോയി. എനിക്ക് അവർക്കൊരു റിപ്ലൈ കൊടുക്കണമെന്നുണ്ടായിരുന്നു, അങ്ങനെ ചീമയെ ലേബർ റൂമിൽ കയറ്റി എന്നുള്ളത്. പക്ഷേ എനിക്ക് മെസ്സേജ് ഇടാൻ മെസ്സഞ്ചറിൽ ഉണ്ടായിരുന്നില്ല ആ മെസ്സേജ്. അപ്പോൾ വീഡിയോ കാണുകയാണെങ്കിൽ അതേ നമ്മുടെ ചീമയെ ലേബർ റൂമിൽ കയറ്റിയിട്ടുണ്ട്. പെൺകുഞ്ഞാണോ ആൺകുഞ്ഞാണോ എന്നൊന്നും അറിയത്തില്ല. എന്നിട്ട് ചീമ ലേബർ റൂമിൽ കയറ്റിയ ഉടനെ ഞാൻ വേദയെ ട്യൂഷന് വിട്ടിട്ടാണ് വന്നത് കേട്ടോ. എനിക്ക് വേദയെ പോയി ട്യൂഷന് വിളിക്കാനുള്ള സമയമായി. സ്കൂട്ടറിലാണെങ്കിൽ ഒരു ശകലം പോലും ചാർജില്ല. ഞങ്ങൾ ആക്ച്വലി കാറിലാണ് വന്നത്, സച്ചിൻ പുറകെ എൻ്റെ സ്കൂട്ടറിൽ വന്നു കേട്ടോ. അപ്പോൾ സ്കൂട്ടറിൽ ഒട്ടും ചാർജില്ല. അപ്പോൾ PRSൻ്റെ തൊട്ടടുത്താണ് ഏതറിൻ്റെ ഷോറൂം. ഞാൻ അവിടെ ചെന്ന് പോസ്റ്റായിട്ടിരുന്ന് സ്കൂട്ടറിന് ചാർജ് കയറ്റുക കേട്ടോ. ചാർജറും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒട്ടും 40 മാത്രമേ ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. ചാർജ് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദയ്ക്ക് ട്യൂഷൻ കഴിയാനുള്ള സമയമായി. വേദ ട്യൂഷന് വിളിച്ച് നേരെ നെട്ടയത്താക്കിയിട്ട് പോയി കേട്ടോ. നെട്ടയത്ത് അച്ഛൻ നിൽക്കുകയാണ്, കാരണം വേദയ്ക്ക് എക്സാമൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വേദയും ഹോസ്പിറ്റലിൽ വന്നാൽ ശരിയാവില്ല, അപ്പോൾ വീട്ടിലാരെങ്കിലും വേണം. അതുകൊണ്ട് അച്ഛനും വേദയും കൂടി വീട്ടിൽ നിൽക്കുകയാണ്. വേദയെ നെട്ടയത്താക്കിയിട്ട് പോയി. അപ്പോൾ ഉച്ചയ്ക്ക് വെച്ച ചോറും കറികളും എല്ലാം കൂടി പാഴ്സലാക്കി അച്ഛൻ തന്നു, അച്ഛനും വേദയും കൂടി തന്നു. വൈകുന്നേരം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ കഴിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് നേരെ വീണ്ടും ഞാൻ PRSലേക്ക് വന്നു. അപ്പോഴും അവൾ ലേബർ റൂമിൽ തന്നെയാണ്. അപ്പോൾ തന്നെ ഞാൻ വന്ന പാടെ തന്നെ ചിത്ര ചേച്ചി കണ്ടു. ചിത്ര ചേച്ചി എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് എൻ്റെ വേറൊരു ഫ്രണ്ട് സംഗീത ചേച്ചിയാണ്. ചിത്ര ചേച്ചി പരിചയപ്പെടുത്തി തരുന്നത്. ചിത്ര ചേച്ചി എന്ന് പറയുന്നത് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള മെയിനായിട്ടുള്ള ഒരാളാണ്. ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു മെയിനായിട്ടുള്ള ആളാണ് ചിത്ര ചേച്ചി. അപ്പോൾ തന്നെ ചിത്ര ചേച്ചി റൂമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നായിരുന്നു. ഇപ്പോഴല്ല, ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും റൂമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ട് ചേച്ചി പോവുകയാണ്. അപ്പോൾ ചീമയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൂ. നല്ല ബുദ്ധിമുട്ട് ആകുമ്പോഴേക്കേ ലേബർ റൂമിൽ ഷിഫ്റ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പം ഡോക്ടർ വന്ന് കണ്ടിട്ട് PV ഒക്കെ ചെക്ക് ചെയ്തിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളതുകൊണ്ട് റൂമിലേക്ക് മാറ്റും. എന്നിട്ട് നല്ലതുപോലെ പെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലേബർ റൂമിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞു. ചീമ റൂമിൽ വന്നു ഒരു അരമണിക്കൂർ ഇരുന്നിട്ടുണ്ടാവും കേട്ടോ. ഒരു അരമണിക്കൂറോളം ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് നടക്കാൻ പറഞ്ഞു. 1-2 സ്റ്റെപ്പ് നടന്നപ്പോഴേക്കും ചീമയ്ക്ക് വീണ്ടും പെയിൻ സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം 3 മിനിറ്റ്സ് ഗ്യാപ്പിൽ പെയിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡോക്ടറല്ല നഴ്സിംഗ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ചീമയെ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. നമുക്കും കണ്ടിട്ട് കുഞ്ഞ് വരുന്നുണ്ട് ഓക്കെയാണ്. പക്ഷേ ചീമ അങ്ങനെ അത്രയും വയ്യാതെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കും സഹിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. നമുക്കും ഒരു മനസ്സിനൊരു വിഷമം. സന്തോഷമുള്ള കാര്യമാണെങ്കിലും അവൾ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ
നമുക്ക് അറിയാം, സ്ത്രീകൾക്ക് അറിയാം അല്ലേ, അയ്യോ പ്രസവ വേദന എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത വേദനയാണ്. അത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തതിൻ്റെ അപ്പുറമാണ്. അത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു വേദനയും ഇതുമാണല്ലേ. അപ്പോൾ അത്രയും സമയവും വീണ്ടും ചെയ്യുമ്പോൾ അനുഭവിക്കണമല്ലോ എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു വിഷമം തന്നെയാണ്. എന്തായാലും ഇന്ന് അഡ്മിറ്റ് ചെയ്തു ചീമയെ. റൂം കിട്ടിയിട്ടുണ്ട്. സച്ചിൻ തുള്ളിച്ചാടി നടക്കുകയാണ്, ഇപ്പം അച്ഛനാവാന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാടി നടക്കുന്നു. അപ്പോൾ റൂമെല്ലാം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇനി ലഗേജ് മീൻസ് ബാഗും സാധനങ്ങളും ഒക്കെ കുഞ്ഞിൻ്റെയും അമ്മയുടെയും എൻ്റെ അമ്മയുടെയും ഒക്കെ ഡ്രസ്സും ബൈസ്റ്റാൻഡറിൻ്റെയും ഒക്കെ ഡ്രസ്സും സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നല്ലോ, അതെല്ലാം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണേ. അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാവില്ല, നാളെ ഉണ്ടാവത്തുള്ളൂ എന്നൊക്കെ ഒരിതുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ചീമയ്ക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ നമ്മളിന്ന് തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. സച്ചിൻ്റെ അച്ഛനും അമ്മയും സച്ചിൻ്റെ ബ്രദറും വൈഫും പിന്നെ എൻ്റെ ഏട്ടനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേദയും അച്ഛനും മാത്രം വന്നിട്ടുണ്ടായിരുന്നില്ല. വേദയ്ക്ക് എക്സാമായിട്ട് ലോക്ക് വീണിരിക്കുകയാണ്, എഴുന്നേറ്റ് വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പക്ഷേ നാളെ കൂടി കഴിഞ്ഞാൽ വേദയ്ക്ക് എക്സാം കഴിയും. പിന്നെ വേദ ഫ്രീ ആയി കേട്ടോ. പിന്നെ വാവയോട് കളിക്കാമല്ലോ, വാവയും വരികയല്ലേ. അപ്പം നാളെ എന്തായാലും വേദയും കൊണ്ട് ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വരും. വാവയെ കാണണ്ടേ, അതുകൊണ്ട് എന്തായാലും വരും. പക്ഷേ ഇന്നിപ്പോൾ വന്നില്ല. ഇമ്മയ്ക്ക് ഇനി വാവ ആയതിനു ശേഷം വേദ കണ്ടാൽ മതിയല്ലോ. വേദയ്ക്ക് അല്ലെങ്കിൽ ഇവിടെ വന്ന് നിൽക്കാനൊക്കെ ഇഷ്ടമുണ്ട്. പക്ഷേ എക്സാം ആയതുകൊണ്ടാണ് പിന്നെ നിൽക്കാതെ ഇങ്ങനെ രണ്ടിടത്തായിട്ട് നിൽക്കുന്നത്. അങ്ങനെ അതേ കാര്യമൊക്കെ പറഞ്ഞ് ചീമയും എല്ലാവരും കൂടിയൊക്കെ ഇരിക്കുകയാണ്. ഈ ഒരു നടന്ന ഉടനെ വേദയ്ക്ക് വേദ തന്നെ വരുന്നുള്ളൂ. ചീമയ്ക്ക് ചെറിയ പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കേട്ടോ. അങ്ങനെയാണ് വീണ്ടും വേദന വരുന്നുള്ളൂ. ഞാൻ സത്യം പറഞ്ഞത് 1 മണിക്കാണ്, രാത്രി 1 മണിക്കാണ് വോയിസ് ചെയ്യുന്നത്. എൻ്റെ കിളി പോയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ പെയിനെല്ലാം സ്റ്റാർട്ട് ചെയ്ത് നേരെ ലേബർ റൂമിലേക്ക് കയറ്റി. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് എല്ലാവരും കാത്തിരുന്ന് ഭക്ഷണം പോലും കഴിക്കാണ്ട് ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ ഇരുന്ന് കേട്ടോ. അപ്പോഴേക്കും ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇന്നിപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, നാളെ ആയിരിക്കും എന്ന് പറഞ്ഞു. ചീമയുടെ നാത്തൂനാട്ടോ മീനാക്ഷി, അതായത് സച്ചിൻ്റെ ബ്രദറിൻ്റെ വൈഫാണ്. നോക്കിയ ചീമയ്ക്ക് കാലൊക്കെ തടവി കൊടുക്കുന്നത്. ഇക്കാലത്ത് ഇങ്ങനത്തെ കുട്ടികളൊക്കെ കണ്ടോ എന്ത് കാര്യമായിട്ട് തടവി കൊടുക്കുന്നു. അത് കണ്ടപ്പോൾ എനിക്കൊന്ന് വീഡിയോ എടുക്കാൻ തോന്നി, ഞാനങ്ങ് എടുത്തോട്ടോ. വീഡിയോ എടുക്കുന്നത് കൊണ്ടല്ല മീനാക്ഷി തടവുന്നത്, അതിന് മുന്നേ തടവിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി അങ്ങനെ എടുത്തു കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ നമ്മളിന്ന് ഉണ്ടാവുമെന്ന് പറഞ്ഞ് എല്ലാവരും ഭക്ഷണം പോലും കഴിക്കാണ്ട്, നമുക്ക് കഴിക്കാനൊരു ചായ പോലും കുടിക്കാൻ തോന്നുന്നില്ല. അത് വേറൊരു സത്യം. കാരണം അവളകത്ത് ഇങ്ങനെ വയ്യാതെ പെയിനായിട്ട് കിടക്കുമ്പോൾ നമുക്ക് പുറത്തിരിക്കുന്നവർക്ക് അതിനൊന്നും തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ ഇരുന്നപ്പോൾ ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു പെയിന് അങ്ങനെ തന്നെ നിൽക്കുകയാണ്, വലിയ രീതിയിൽ പെയിന് വന്നിട്ടില്ല. അതുകൊണ്ട് മോർണിംഗ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാം, ഡ്രിപ്പ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. അല്ല അതിനിടയ്ക്ക് എന്തെങ്കിലും വാട്ടർ ബ്രേക്കേജോ പെയിനോ ഒക്കെ കൂടുകയാണെങ്കിൽ അതിനിടയ്ക്ക് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇനി നമ്മൾ നിന്നിട്ടും കാര്യമില്ല. അതുകൊണ്ട് പിന്നെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ റൂമിൽ പൊയ്ക്കോളൂ, ഇവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല, ഇന്നിപ്പം എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഒരു 12 മണി വരെ എല്ലാവരും ഹോസ്പിറ്റലല്ല ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് സച്ച് കയറി ഒന്ന് കണ്ടായിരുന്നു ചീമയെ. അപ്പോൾ ആ പെയിൻ അങ്ങനെ തന്നെ നിൽക്കുന്നു, വലിയ പെയിൻ വന്നിട്ടില്ല എന്ന് ചീമയും കൂടെ ഒരു കൺഫർമേഷൻ തന്നപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും 4 വഴിക്ക് പിരിഞ്ഞു കേട്ടോ. സച്ചിനോടും അമ്മയോടും ഇവിടെ ഇരിക്കണ്ട, റൂമിലിരുന്നോളൂ എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. റൂം ഞങ്ങൾക്ക് തൽക്കാലമായിട്ട് കിട്ടിയതാണ്, അവിടെ റൂം അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇന്നൊരു ദിവസം ആ റൂം അഡ്ജസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് റൂം ചേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ റൂം അതല്ല ആക്ച്വലി, റൂം നമുക്ക് ഒരു ദിവസത്തേക്കായാലും കൂടിയില്ലേ തീരും. അപ്പോൾ ഇന്നൊരു ദിവസം ആ റൂമിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ റൂം എടുത്തത് കേട്ടോ. എന്നിട്ട് എന്താണ് ഞാൻ പറഞ്ഞു വന്നത്, എന്നിട്ട് അമ്മയും സച്ചിനോടും റൂമിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ അമ്മയും സച്ചിനോടും ഞാനും പറഞ്ഞു. അമ്മയ്ക്ക് ഉറക്കവും വരുന്നില്ല, വെള്ളവും കുടിക്കുന്നില്ല, ഭയങ്കര ടെൻഷനായിട്ട്. ഞാൻ പറഞ്ഞു ഉറങ്ങാണ്ടൊക്കെ ഇരുന്ന് രാവിലെ കറങ്ങി വീണാൽ പിന്നെ ഒന്നും പറ്റില്ല, അതുകൊണ്ട് അവളവിടെ എന്തെങ്കിലും സെഡേഷൻ കൊടുത്ത് ഉറക്കുമായിരിക്കും, നിങ്ങളെല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങും. സച്ചിൻ്റെ അച്ഛനും അമ്മയും അങ്കിളും ആൻറ്റിയും വീട്ടിൽ പോയി, മീനാക്ഷിയും ജിത്തുവും ഒക്കെ വീട്ടിൽ പോയി. സച്ചിനും അമ്മയും മാത്രമേ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും ഒരു 12 മണിയൊക്കെ ആയപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. കാരണം എല്ലാവരും ഉറങ്ങാതെയൊക്കെ ഇരുന്ന് രാവിലെ ആകുമ്പോഴായിരിക്കും മിക്കവാറും ഡെലിവറി, അതുവരെയൊക്കെ ഇരുന്ന് ടയേർഡായി. നാളത്തെ ഒരു ദിവസം നമ്മൾ സ്പോയിൽ ചെയ്യണ്ട. അപ്പോൾ അവൾക്കും എന്തെങ്കിലും സെഡേഷൻ കൊടുക്കുമായിരിക്കും. അതുകൊണ്ട് നമ്മൾ വെറുതെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഡോക്ടറും കൺഫർമേഷൻ പറഞ്ഞു ഇന്നുണ്ടാവാൻ ചാൻസ് കുറവാണെന്നുള്ളത്. പിന്നെ എന്തിനാണ് നമ്മളെല്ലാവരും കൂടി അവിടെ വെറുതെ ഇരുന്ന് വട്ടം ചുറ്റിയിരുന്ന് ടൈം വേസ്റ്റ് ചെയ്ത് കളയുന്നത്. നമ്മുടെ ഹെൽത്തും നമ്മൾ നോക്കേണ്ട കാര്യമുണ്ടല്ലോ. എല്ലാവരും അസുഖക്കാരും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഫ്രഷ് ആവും. അപ്പം നാളത്തെ ഡേ നമുക്ക് നല്ലതായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇന്ന് ഉറങ്ങിയില്ലെങ്കിൽ നാളത്തെ ഡേ നമുക്ക് നല്ലതായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, നല്ലപോലെ വാവയെ വെൽക്കം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരോടും പോയി ഉറങ്ങി ഫ്രഷായിട്ട് വരാൻ പറഞ്ഞു. ഇതിനിടയ്ക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ
എല്ലാവരും വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീട്ടിലൊക്കെ പോയിട്ട് അമ്മയും സച്ചിനും ചീമയും മാത്രമേ ഇപ്പോൾ ഹോസ്പിറ്റലുള്ളൂ. നാളെ നേരം വെളുക്കുന്നതും ഞങ്ങളെല്ലാവരും ഹോസ്പിറ്റലിലെത്തും. നാളെ എന്തായാലും ചീമയ്ക്ക് ബേബി വരുന്നതായിരിക്കും കേട്ടോ. ഇതിനിടയ്ക്ക് അമ്മയ്ക്ക് ചുരിദാറൊക്കെ ഇട്ടിരുന്നിട്ട് ഭയങ്കര ഡിസ്കംഫോർട്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഊരിയിട്ട് നൈറ്റ് ഇട്. അപ്പം അമ്മ പറഞ്ഞു എല്ലാവരും ഇവിടെ സാരിയിലും ചുരിദാറുകളിലൊക്കെ ഇരിക്കുന്നത് നാണക്കേട്, എല്ലാവരും എന്ത് പറയും. ഞാൻ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ചിലവിലാണോ, വേറെ ആരുടെയെങ്കിലും ചിലവിലാണോ കഴിയുന്നത്? അതുകൊണ്ട് മറ്റുള്ളവരെന്ത് കരുതും എന്നുള്ളൊരു ചോദ്യചിഹ്നം വേണ്ട. ഏതാണോ കംഫോർട്ട് അതിടാൻ പറയും. അങ്ങനെ വിളിച്ചുകൊണ്ട് വന്ന് ചുരിദാറിനെയൊക്കെ ഊരി കളഞ്ഞിട്ട് നൈറ്റിയൊക്കെ എടുത്തിട്ടുണ്ട് പോവാം കേട്ടോ. അപ്പോൾ അമ്മ രാവിലെ മുതൽ ഇരിക്കേണ്ടതല്ലേ, വൈകിട്ട് വരെയൊക്കെ ഇരിക്കുന്നതല്ലേ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഇടാം. അതിനിപ്പോൾ നൈറ്റി ആണോ അല്ലെങ്കിൽ ചുരിദാറാണോ അല്ലെങ്കിൽ ടീഷർട്ടാണോ അതൊന്നും നമ്മൾ ആരെയും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കുന്നിൽ പോയപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ കഴിക്കാനായിട്ട് ഇഞ്ചി മിഠായിയും നാരങ്ങ മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അതെല്ലാവരും കൂടി ഇരുന്ന് ഷെയർ ചെയ്തൊക്കെ കഴിക്കുകയാണേ. അങ്ങനെ ചീമയുടെ കുഞ്ഞുവാവയെ നോക്കി ഞങ്ങളെല്ലാവരും അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും വെയിറ്റിംഗ് ആണെന്നറിയാം. ഞാനൊരു റീൽസ് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഒരുപാട് റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഏതാ ഹെൽത്തി ബേബി ആയിട്ടിരിക്കട്ടെ. നമ്മളും അറിഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ എന്താണ് ബേബി എന്നുള്ളത്. മേ ബി ഈ വീഡിയോ അപ്ലോഡ് ആവുന്നതിന് മുന്നേ ബേബി വന്നേക്കാം. ഞാൻ പക്ഷേ ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്യുന്നത് വരെയും ബേബി ആയിട്ടില്ല. എന്താണ് ബേബി എന്നറിയത്തില്ല. ഈ വീഡിയോ മിക്കവാറും 11 മണിക്ക് മുന്നേ ബേബി ആവുമെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം. ബേബി ഏതാണെങ്കിലും ഞാൻ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ മിക്കവാറും നേരത്തെ ബേബി ആയിട്ടുണ്ടെങ്കിൽ ബേബി ഏതാണെന്നൊക്കെ ഉള്ളത് അറിഞ്ഞിട്ടുണ്ടാവും. നാളത്തെ വീഡിയോയിൽ ആ സർപ്രൈസ് പൊളിയുന്നതായിരിക്കും. എന്തായാലും നാളെ ചീമയുടെ കുഞ്ഞുവാവ ബോയ് ആണോ ഗേൾ ആണോ എന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക.